Okay, so the question is, using Laplace transform, find the impulse response of an LTI system described by differential equation d square by dt square of y of t minus d by dt of y of t minus 2 into y of t is equal to x of t. Okay, അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു LTI സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ഇമ്പൾസ് റെസ്പോൺസ്? എന്താ കണ്ടുപിടിക്കേണ്ടത് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ? ഇമ്പൾസ് റെസ്പോൺസ് എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, എച്ച് ഓഫ് ടി. ഓക്കെ, എച്ച് ഓഫ് ടി ആണ് ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എച്ച് ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് മീൻസ് നമുക്ക് എന്താണ് ഇമ്പൾസ് റെസ്പോൺസ്? എച്ച് ഓഫ് ടി, ഇതാണ് ഇമ്പൾസ് റെസ്പോൺസ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമാണ്. ഓക്കെ, അതിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ് ഉണ്ട്. വൈ ഓഫ് ടീൻ്റെ ടേംസും ഉണ്ട്, എക്സ് ഓഫ് ടീൻ്റെ ടേംസും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ വൈ ഓഫ് ടി എക്സ് ഓഫ് ടിയും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ടൈം ഡൊമെയിനിലായിരുന്നുവെങ്കിൽ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു വാട്ട്? എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി. Okay, where y of t is the output signal, x of t is the input signal, and h of t is the impulse response. കൺവല്യൂഷൻ വഴി നമുക്ക് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ബട്ട് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ഇസ് ഇൻ ടൈം ഡൊമെയിൻ, വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു എ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് എസിൻ്റെ ടേംസ് ഉണ്ടാകും, ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ് ടേംസ് ഉണ്ടാകും. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് എച്ച് ഓഫ് എസ്? എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് എച്ച് ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് അല്ലേ? എച്ച് ഓഫ് ടി into Laplace transform on h of s, and h of s is equal to what? That is y of s by x of s. Okay, but first of all we have to find what is h of s. Okay, h of s കണ്ടുപിടിക്കണം. That is y of s by x of s എന്ന് പറഞ്ഞിട്ട് h of s കണ്ടുപിടിക്കണം. ഇനി h of s ന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? h of t കിട്ടും. Okay, അതാണ് ഇമ്പൾസ് റെസ്പോൺസ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? We have to apply Laplace transform on both sides of this equation. Okay, take this equation as equation number 1. So നമുക്ക് എന്ത് ചെയ്യണം? Taking Laplace transform on both sides of the equation. Okay, and with zero initial conditions. ക്വസ്റ്റ്യനിൽ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? സീറോ ഇനീഷ്യൽ കണ്ടീഷൻസ് യൂസ് ചെയ്യാം. പറഞ്ഞേ, ഈ ഒരു ഇക്വേഷനെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ രണ്ട് സൈഡിലും ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ഒന്ന് എഴുതിയിട്ട് പറഞ്ഞേ. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിഫറൻഷിയേഷൻ ഇൻ ടൈം ഡൊമെയിൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാം. ഒന്ന് പറഞ്ഞേ, ആ ഇക്വേഷൻ എങ്ങനെയാ വരിക? ഓക്കെ, എന്താണ് കിട്ടിയത് പറഞ്ഞോളൂ. ഇക്വേഷൻ 1 നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? വിഷ്ണു പ്രകാശ് ഓഡിബിൾ അല്ലേ?
വിഷ്ണു. വിഷ്ണു പ്രകാശ് ഓഡിബിൾ അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. വിഷ്ണു പ്രസന്റ് ആണല്ലോ. റെസ്പോണ്ട് ചെയ്യാത്തവർക്ക് ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യില്ലേ. ഓക്കെ, അഞ്ജന ഒന്ന് പറഞ്ഞേ. ഓക്കെ, എങ്ങനെ എഴുതാം? S square into y of s. Okay, x square into y of s minus s into y of s minus okay, 2y minus of s equal to x of s. okay, 2y of x is equal to x of x. ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി ലാപ്ലാസ് ട്രാൻസ്ഫോമിലൊക്കെ മാത്സിലൊക്കെ പഠിച്ചതാണ് അല്ലേ? ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ? ഓക്കെ, എന്റെ ഓർമ്മയിൽ നമ്മൾ എവിടെയോ മാത്സിൽ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. എസ് സ്ക്വയർ വൈ ഓഫ് എസ് മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് എസ് മൈനസ് 2 ഇൻറ്റു വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ്. ഓക്കെ, അപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. ദെൻ എന്ത് ചെയ്യാം? രണ്ട് സൈഡ് നോക്കുക, കോമൺ ആയിട്ടുള്ള ടേംസിലെ പുറത്തെടുക്കുക. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വൈ ഓഫ് എക്സ് കോമൺ ആണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് ഔട്ട് സൈഡ്. സോ ഇൻ ദ ബ്രാക്കറ്റ് എസ് സ്ക്വയർ മൈനസ് എസ് മൈനസ് 2 അല്ലേ? ബ്രാക്കറ്റിൽ എസ് സ്ക്വയർ മൈനസ് എസ് മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ്. Okay, and what is h of s? H of s is equal to y of s divided by x of s. Okay, so we can write y of s divided by x of x. Okay, so 1 divided by s square minus s minus 2. This is the transfer function h of s. Okay, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. h of t ആണ് കാണേണ്ടത് അല്ലേ? h of t കാണണമെങ്കിൽ നമ്മൾ ഉള്ളത് ഇതിനെ ഡിഫറെന്റ് ടേംസ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. സോ വി ഹാവ് ടു യൂസ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. ഓക്കെ, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഇവിടെ എച്ച് ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് എസ് അല്ല, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് എസ് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ബൈ എസ് സ്ക്വയർ മൈനസ് എസ് മൈനസ് 2. ഓക്കെ, ഇതിനെ നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ വരുന്നത് 1 മൈനസ് സോറി എസ് സ്ക്വയർ മൈനസ് എസ് മൈനസ് 2 ആണ്. അതിന് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ. എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 ഇങ്ങനെ മാറ്റി എഴുതി നോക്കിയേ. വാട്ട് ഈസ് എസ് മൈനസ് 2? എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 1. ഓക്കെ, റേഞ്ച് പോയതാണല്ലേ. ഓക്കെ, എസ് മൈനസ് 2 ഇൻറ്റു എന്താണ്? മൈക്കോണാക്കിയാലോ 2G ആയി പോയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 1. നോക്കിയേ, എസ് ഇൻറ്റു എസ് എസ് സ്ക്വയർ. Okay, s into 1 plus s minus 2 into s minus 2s minus 2 into 1 minus 2. Okay, ഇതിനെ നമ്മൾ ഒന്നുകൂടി മാറ്റി എഴുതുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എസ് മൈനസ് 2 എന്ന് കിട്ടും അല്ലേ? അപ്പം എസ് സ്ക്വയർ മൈനസ് എസ് മൈനസ് 2 എന്നുള്ള ടേമിനെ നമുക്ക് എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 ഫാക്ടേഴ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എളുപ്പമല്ലേ കണ്ടൂടെ? പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. എങ്ങനെ എഴുതാം? h of s is equal to what? That is equal to 1 by x square minus s minus 2. That can be written like 1 by s minus 2 into s plus 1. Okay, ഇതുപോലെ ഫാക്ടേഴ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നമുക്കപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? a ഡിവൈഡഡ് ബൈ എസ് മൈനസ് പ്ലസ് ബി എസ് പ്ലസ് 1 രണ്ട് ടേംസ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? എളുപ്പമാണ്, നമ്മൾ അറിയുന്നതാണ് ചെയ്ത്. This is equal to 1 equal to a into s plus 1 plus b into s minus 2. Okay, ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. s is equal to ഒരു വാല്യൂ കൊടുത്താൽ എന്റെ വാല്യൂ കിട്ടും. പുട്ട് s is equal to വേറൊരു വാല്യൂ കൊടുത്താൽ ബിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, പുട്ട് s is equal to ഇവിടെ എന്ത് കൊടുക്കാം? എയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ പുട്ട് s. Therefore a equal to what? Answer by s is equal to b equal to what?
ഇതൊക്കെ ഇതിന്റെ ആൻസർ പറഞ്ഞേ. വിഷ്ണുവിന് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ക്ലിയർ ആണോ? ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അല്ല ക്വസ്റ്റ്യൻസ് കുറെ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഓക്കെ. ഇവയൊക്കെ എയുടെയും ബിന്റെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തേ. ഓക്കെ, ആൻസർ പറഞ്ഞേ. വാട്ട് ഈസ് എ? എ ഇസ് ഈക്വൽ ടു എത്ര കിട്ടിയേ? A 1/3 and B is equal to minus 1/3. Okay, right. A is equal to 1/3 and B is equal to minus 1/3. ബോയ്സിന് കിട്ടിയിട്ടില്ലേ? ആൻസർ കിട്ടിയിട്ടില്ലേ? ഓക്കെ, so A is equal to 1/3 and B is equal to minus 1/3. So ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is h of s is equal to 1/3 divided by s minus 2 plus minus 1/3 divided by s plus 1. Okay, itra kitti. Then what is h of t? H of t is equal to inverse Laplace transform of 1/3 divided by s minus 2 plus inverse Laplace transform of minus 1/3 divided by s plus 1. Okay, that is equal to 1/3 e raised to, എന്താണ് ആൻസർ വരിക? e raised to minus 2 ആണോ പ്ലസ് 2 ആണോ? s minus 2 ആണ് അല്ലേ? അപ്പം e raised to plus 2 ആണ് വരിക. 1/3 e raised to plus 2 plus minus 1/3 e raised to minus t. Okay, 1 by s plus a ആണെങ്കിൽ e raised to minus at ആണ്. അപ്പോൾ 1 by s minus a ആണെങ്കിൽ e raised to positive at ആണ്. ഓക്കെ, അപ്പോൾ 1 by s minus 2 എന്ന് പറഞ്ഞാൽ e raised to 2t plus minus 1/3 into 1 by s plus 1 എന്ന് പറഞ്ഞാൽ e raised to minus t. Okay, this whole into u of t. Why? എന്തുകൊണ്ട് അവിടെ u of t വന്നത്? ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ഒരു ആർ ഒ സി പറഞ്ഞിട്ടില്ല അല്ലേ? ആർ ഒ സി ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ നോ ആർ ഒ സി ഗിവൺ. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ സിഗ്നലിനെ റൈറ്റ് സൈഡ് സിഗ്നൽ ആയിട്ട് അസ്യൂം ചെയ്യാം. therefore assume റൈറ്റ് സൈഡഡ് സിഗ്നൽ. ഓക്കെ, അതുകൊണ്ടാണ് യു ഓഫ് ടി എടുത്തത്. ഓക്കെ, ഇനി മറിച്ച് ക്വസ്റ്റ്യനിൽ ഒരു സ്പെസിഫിക് ആർ ഒ സി തന്നിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ടേംസും ആ പോൾസ് ഒക്കെ ചെക്ക് ചെയ്തു ഓരോന്നിനും യു ഓഫ് ടി ആണോ യു ഓഫ് മൈനസ് ടി ആണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടില്ല, സോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കണ്ടുപിടിക്കണ്ട. സോ ദിസ് ഈസ് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി. ഫൈനൽ ആൻസറിനെ യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ?
ഓക്കെ, സോ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതി. ഇതെല്ലാവരും എഴുതിയെടുത്തിട്ടില്ലേ? ഫിനിഷ് ചെയ്തില്ലേ? ഞാൻ PPT ഷെയർ ചെയ്ത് തരും. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. Find the output response of a system with a differential equation. Find the output response of a system with differential equation d by dt of y of t plus 5 into y of t is equal to x of t. Okay, this is a differential equation where input x of t is equal to 3 into e raised to minus 2t u of t. E raised to minus 2t u of t and y of 0 plus is equal to minus 2. Okay, so find the output response of a system with a differential equation d by dt of y of t plus 5 into y of t is equal to x of t, where input x of t is equal to 3 into e raised to minus 2t u of t and y of 0 is equal to minus 2. Okay, this is the question. So ഇവിടെ എന്താണ് ഔട്ട്പുട്ട് റെസ്പോൺസ് y of t കണ്ടുപിടിക്കേണ്ടത്. Okay, and also it is given that x of t is 3 e raised to minus 2t u of t. Okay, നമ്മൾ തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇൻപുട്ട് സിഗ്നൽ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ നമുക്ക് അവിടെ എക്സ് ഓഫ് ടി മാത്രം എടുത്താൽ മതി. ബട്ട് ഇവിടെ ഇൻപുട്ട് സിഗ്നൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ തന്നിട്ടുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ഓഫ് ടി നമ്മൾ ആ വാല്യൂ കൺസിഡർ ചെയ്യണം. ആൻഡ് മോർ ഓവർ ഇവിടെ എന്താ y ഓഫ് 0 is equal to minus 2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതെന്താണ്? ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. സോ we should choose the second case. Okay, ആ പ്രോപ്പർട്ടീസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടൈം ഡൊമെയിനിൽ ആ പ്രോപ്പർട്ടീസിൽ സെക്കൻഡ് കേസിലുള്ള ഇക്വേഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ബിക്കോസ് ഹിയർ ദ ഇനീഷ്യൽ കണ്ടീഷൻ ഈസ് ഓൾറെഡി ഗിവൺ. ഓക്കെ, അത് തന്നില്ലായിരുന്നുവെങ്കിൽ ഫസ്റ്റ് കേസ് ഇക്വേഷൻ എടുത്താൽ മതി. ബട്ട് ഇനീഷ്യൽ കണ്ടീഷൻ തന്നതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇതുപോലെയാണ് ഉണ്ടാവുക. ഇപ്പൊ y ഓഫ് 0 പ്ലസ് ഈക്വൽ ടു മൈനസ് 2 അല്ലെങ്കിൽ dt ഓഫ് y ഓഫ് 0 is equal to minus 3 അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഇനീഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ, അത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കേസ് 2 ഇക്വേഷൻസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, എന്താണ് സ്റ്റെപ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ transform apply ചെയ്യണം. Okay, first of all we have to apply Laplace transform on the equation on both sides. Then എന്ത് ചെയ്യണം? Substitute x of t. Okay, x of t യുടെ Laplace transform കണ്ടുപിടിക്കുക, x of x കണ്ടുപിടിക്കുക, അത് എന്നിട്ട് ആ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അത് ചെയ്തിട്ട് ഫൈൻഡ് y of s. ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് y of x കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫൈനലി y of t is equal to inverse Laplace transform of y of s. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. സോ ഇക്വേഷൻ പറഞ്ഞേ, നമുക്ക് ആൻസർ നോക്കാം. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? എന്താണ്? d by dt of y of t plus 5 into y of t is equal to x of t. ഓക്കെ, ഈ ഇക്വേഷൻ നമ്പർ 1 ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ആ പ്രോപ്പർട്ടി ഡിഫറൻഷ്യൽ ഇൻ ടൈം ഡൊമെയിൻ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തേ. അത് കേസ് ഡിഫറൻസിയേഷൻ ഇൻ ടൈം ഡൊമെയിൻ അത് കേസ് 2 യൂസ് ചെയ്യണം. Okay, case 2 ആണെങ്കിൽ d by dt of x of t Laplace transform is what? That is s into x of s minus x of 0. Okay, അതാണ് equation. So what we can write is d by dt of y of t. എങ്ങനെ എഴുതാം?
d by dt of y of t, we can write it as s into y of s minus y of 0. ആ ഇനീഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻ അവിടെ കൺസിഡർ ചെയ്യണം. ക്വസ്റ്റ്യനിൽ അത് തന്നില്ലായിരുന്നുവെങ്കിൽ എസ് ഇൻറ്റു വൈ ഓഫ് എസ് മാത്രം മതിയായിരുന്നു. ഓക്കെ, ബട്ട് ഇവിടെ തന്നത് കൊണ്ട് എസ് ഇൻറ്റു വൈ ഓഫ് എസ് മൈനസ് വൈ ഓഫ് 0 പ്ലസ് 5 ഇൻറ്റു വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, ദെൻ substitute the value of y of 0. Okay, y of 0 വാല്യൂ തന്നിട്ടുണ്ട് -2. അത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ s into y of s minus -2. Okay, s into y of s minus -2 plus 5 into y of s is equal to x of x. So this is s into y of s plus 2 plus 5 into y of s is equal to x of x. Okay, then ഈ ടേംസിൽ y of x കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ x plus 5 അല്ലേ, x plus 5 is equal to x of x minus 2. ഇവിടെയുള്ള -2 ഇക്വേഷന്റെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. സോ y of s into s plus 5 is equal to x of x minus 2. Okay, and then ഇതിൽ എന്തുണ്ട്, x of x അതെന്താ, ഒന്നും സ്പെസിഫിക് ആയിട്ട് ഇൻപുട്സ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് അതിനെ എക്സ് ഓഫ് എക്സ് തന്നെ എടുക്കാം. ബട്ട് ഹിയർ ഇറ്റ് ഇസ് ഗിവൻ ദാറ്റ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 3e raised to minus 2t u of t. Okay, then what is x of x? That is equal to Laplace transform of x of t. Okay, that is equal to Laplace transform of 3e raised to minus 2t into u of t. What is Laplace transform of 3e raised to minus 2t u of t? പറഞ്ഞേ. What is Laplace transform of 3e raised to minus 2t u of t? What is Laplace transform of 3e raised to minus 2t u of t? Anushree, എന്താണ് ആൻസർ? Ashna, what is Laplace transform of 3 raised to minus 2t u of t? 3 by s plus 2. Yes, 3 by s plus 2. So 3 divided by s plus 2. Because 3 is a constant and e raised to minus 2t u of t. അതിന്റെ Laplace transform എന്താണ്? 1 by s plus 2. Okay. So ഈ വാല്യൂ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. Okay. So y of x into s plus 5 is equal to x of x ന് പകരം 3 divided by s plus 2 minus 2. Okay. ഇനി നമുക്ക് ഈ ടേമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് y of x കണ്ടുപിടിക്കാം. Okay. So here y of s into s plus y of s into s plus y of s into s plus 5. Okay, y of s into s plus 5 is equal to right hand side 3 by s plus 2 minus 2. Okay, and then what is y of s? അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? So s plus 5 നമുക്ക് ഇക്വേഷൻ്റെ നെക്സ്റ്റ് സൈഡിലേക്ക് എടുക്കാം. So 3 divided by s plus 2 into s plus 5 minus 2 divided by s plus 5. Okay, ഈ ടേം സെപ്പറേറ്റ് തന്നെയാണുള്ളത്. സോ അത് അവിടെ തന്നെ വെക്കാം. ബട്ട് ഈ 3 divided by s plus 2 into s plus 5 അതിനെന്ത് ചെയ്യണം? നമുക്ക് രണ്ട് ടേംസ് ആക്കി കൺവേർട്ട് ചെയ്ത് എഴുതണം അല്ലേ? സോ y of s is equal to what? a divided by s plus 2 plus b divided by s plus 5 minus 2 divided by s plus 5. ഇവിടെ നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഈ ഒരു ടേം മാത്രം നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം. 3 divided by s plus 2 into s plus 5 is equal to
a by s plus 2 plus b by s plus 5. Okay, then what is 3 equal to a into s plus 5 plus b into s plus 2. Okay, and we would have put s is equal to minus 2, then a is equal to, then put s is equal to minus 5, then b is equal to. Values വേഗം പറഞ്ഞേ, വേഗം ചെയ്താൽ വേഗം ചെയ്യാൻ പറ്റും, സിമ്പിളാണ്, വേഗം ആൻസർ പറഞ്ഞേ. A is equal to 1 and B is equal to minus 1. Okay, right. A is equal to 1 and B is equal to minus 1. Okay, so y of s is equal to 1 by s plus 2 plus minus 1 by s plus 5 minus 2 by s plus 5. Or each term separate edu. Okay, then we have to find y of t. Okay, output response on the y of t, that is L inverse of y of s, that is equal to L inverse of 1 by s plus 2 minus 1 by s plus 5 minus 2 by s plus 5. Okay, and what is the answer? That is equal to e raised to minus 2t minus e raised to minus 5t minus 2 into e raised to minus 5t. Okay, that whole multiplied by u of t, because question specific ആയിട്ട് ROC തന്നിട്ടില്ല. Okay, ഇനി ഇവിടെ നമ്മൾ ചെയ്യണം, ROC തന്നിട്ടില്ല, we can multiply final u similar ആണ് അല്ലേ, e raised to minus 5 into minus 2 into e raised to minus 5t ഉണ്ട്. So we can write to minus t minus 3 into e raised to minus 5t. നമുക്ക് രണ്ട് ടേംസിനെ ഒന്നിച്ചെടുക്കാം into u of t. Okay, so this is the answer. So this is the output response of the system with the input signal x of t is equal to 3 into e raised to minus 2t u of t. Okay, അപ്പോൾ എന്താണ് നമ്മൾ ഔട്ട്പുട്ട് കണ്ടുപിടിച്ചു. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് എക്സ് ഓഫ് ടി എന്ന് കൊടുക്കുന്നത് 3 e raised to minus 2t u of t ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് വേറൊരു സിഗ്നൽ ആണ് എങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. അപ്പോൾ ഓരോ ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഈ റൈസ്ഡ് ടേംസ് ഒക്കെ വരുന്നത് എന്താണ്, ട്രാൻസിയന്റ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അത് കുറച്ച് നേരം ലോങ് ലാസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് സ്റ്റഡി സ്റ്റേറ്റ് ആവും. ഓക്കെ, ഇപ്പം ഇവിടെ എന്താണ് ഔട്ട്പുട്ട് കണ്ടുപിടിച്ചു ഫോർ എൻ ഇൻപുട്ട് വാല്യൂ ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 3 e raised to minus 2t u of t. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ എക്സ് ഓഫ് ടി ഇൻപുട്ട് വാല്യൂ നമുക്ക് വേറെ തന്നിട്ടുള്ള എന്താണ് ഔട്ട്പുട്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ടിന് ഔട്ട്പുട്ടിൽ വരുന്ന വേരിയേഷൻ നമുക്ക് ഇതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഓക്കെ, വോയിസ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ഗുഡ്. ദെൻ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ മീൻസ് നമ്മൾ ഇപ്പോഴാ ഫാക്ടേഴ്സ് ഒക്കെ വരുന്നത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പം ചെയ്തത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്ന സമയത്ത്. അതല്ലാതെ ഡിനോമിനേറ്ററിൽ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ടേംസ് വരികയാണെങ്കിൽ എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. സോ ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് എഴുതിയെടുക്കുക, വേഗം ചെയ്യാം. ഫൈൻഡ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് h of s is equal to
10 divided by s square plus 6x plus 10. Find the step response of h of x is equal to 10 divided by x square plus 6x plus 10. Okay, but find the step response of എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? We have to find the output response with the input as unit step. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ഫൈൻഡ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് y ഓഫ് ടി ആണ്, ഔട്ട്പുട്ട് റെസ്പോൺസ് ആണ്. ബട്ട് ഔട്ട്പുട്ട് റെസ്പോൺസ് ഫോർ ആൻ ഇൻപുട്ട് സിഗ്നൽ ഓഫ് യു ഓഫ് ടി. ഓക്കെ, സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതാണ്. y ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്, ബട്ട് അതിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എക്സ് ഓഫ് ടി എന്താണ്? യു ഓഫ് ടി ആണ്. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്നല്ല സ്റ്റെപ്പ് റെസ്പോൺസ് എന്നാ പറഞ്ഞിരിക്കുന്നതെങ്കിൽ y ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി. ഓക്കെ, യു ഓഫ് ടി ആണ് എന്ത് സ്റ്റെപ്പ് റെസ്പോൺസ്, ഐ മീൻ യു ഓഫ് ടി ആണ് എന്താ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ അല്ലെ. അപ്പോൾ ഇൻപുട്ട് ആയിട്ട് ആ സിഗ്നലിന് യു ഓഫ് ടി കൊടുക്കുന്ന സമയത്തിലുള്ള ഔട്ട്പുട്ടിനെയാണ് നമ്മൾ സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? y ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് y ഓഫ് എസ്. ഓക്കെ, y ഓഫ് എസ് കണ്ടുപിടിക്കണമെങ്കിൽ y ഓഫ് എസ് ഈക്വൽ ടു വാട്ട്? That is equal to h of s into x of x. H of s is already given, but we have to find what is x of x. X of x is equal to Laplace transform of x of t. Okay, x of t എന്താണ്? u of t ആണ്. എന്തുകൊണ്ടാണ്? സ്റ്റെപ്പ് റെസ്പോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ y of t ആണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ x of t is equal to u of t. Okay, so here x of x is equal to Laplace transform of u of t. That is equal to what? 1 by s. Okay, so y of s equal to h of s എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 divided by s square plus 6x plus 10 into x of x, that is 1 by s. Okay, ഇതാണ് y of s. അപ്പോൾ y of s കിട്ടി അല്ലേ? y of s കിട്ടിയാൽ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് 10 divided by s into s square plus 6x plus 10 എഴുതാം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് y ഓഫ് ടി ആണ് വേണ്ടത്. അപ്പൊ L ഇൻവേഴ്സ് ഓഫ് y ഓഫ് എസ് കണ്ടുപിടിക്കണം. ഹിയർ വി ഹാവ് ടു അപ്ലൈ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. ഓക്കെ, ഇത്ര വരെ ക്ലിയർ അല്ലേ? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേംസ് തന്നെയാണ്. സോ അതാ ഞാൻ കുറച്ച് ഫാസ്റ്റ് പോയത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? y ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ഇവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിനോമിനേറ്റർ നോക്കിയേ, എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 10. ഈ ക്വാഡ്രാറ്റിക് ഫോം എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 10 എന്നുള്ള ഫോമിനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഫാക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അനുശ്രീ, നമുക്ക് അതിനെ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റുമോ? ഫാക്ടേഴ്സ് ഇൻ ദാറ്റ് സെൻസ് എക്സ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 അല്ല എക്സ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 2 അങ്ങനെ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അത് അപ്പൊ നമുക്ക് ഇങ്ങനെ ക്വാഡ്രാറ്റിക് ഫോം ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ട്രൈ ചെയ്യുക അതിനെ ഫാക്ടേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന്. ഓക്കെ, അത് പറ്റില്ല എങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷനിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എ ബൈ എസ് പ്ലസ് ബി എസ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 10. ഓക്കെ, ഈ ക്വാഡ്രാറ്റിക് ടേംസിനെ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അതിനെ ബി എസ് പ്ലസ് സി ഡിവൈഡ് ബൈ ആ ടേം എന്നുള്ള രീതിയിലേക്ക് എഴുതാം. ഓക്കെ, ഇനി ബാക്കിയൊക്കെ സിമിലർ തന്നെ. എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 10 divided by s into s square plus 6x plus 10. That is equal to a by s plus bs plus c divided by s square plus 6x plus 10. അപ്പോൾ ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ ക്യാൻസൽ ചെയ്ത് എഴുതുകയാണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 10 is equal to a into s square plus 6x plus 10 plus bs plus c into s. ഇതുപോലെ എഴുതാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇക്വേഷൻസ് ഒക്കെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ദാറ്റ് ഈസ് എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 6s ഇൻറ്റു എ പ്ലസ് 10a. ഈ എ ഇതിലെ ഓരോ ടേംസിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതുപോലെ ഈ എസിനെ ഈ ഓരോ ടേംസിലേക്കും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. പ്ലസ് ബി എസ് സ്ക്വയർ പ്ലസ് cs. ഓക്കെ, ഇതുപോലെ എഴുതാം.
ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എ എസ് സ്ക്വയർ പ്ലസ് ഈ എസും കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ 6a പ്ലസ് സി എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് 10a പ്ലസ് ബി എസ് സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ രണ്ട് സൈഡിലും കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അവിടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഫൈനലി എന്തുണ്ട്, 10 ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 6a പ്ലസ് സി ഇൻറ്റു എസ് പ്ലസ് 10a എന്ന് കിട്ടും. അപ്പം ഈ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ഇക്വേഷൻസ് അതിന് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പം എസ് സ്ക്വയറിന്റെ ടേം റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലില്ല. സോ 0 ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതാം. പിന്നെ എസിന്റെ ടേം റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലില്ല. സോ 0 ഈസ് ഈക്വൽ ടു 6a പ്ലസ് സി എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഫൈനലി 10 ഈസ് ഈക്വൽ ടു 10a. ഓക്കെ, അപ്പോൾ 10 ഈസ് ഈക്വൽ ടു 10a എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ നമുക്ക് a ഈസ് ഈക്വൽ ടു 10/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇങ്ങനെ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ആ എയുടെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 6x പ്ലസ് സിയിൽ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം, അതുപോലെ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടി പറഞ്ഞുതരാം. അപ്പം ഡിനോമിനേറ്റർ ക്വാഡ്രാറ്റിക് ഫോം വരും, അതിന് ഫാക്ടേഴ്സ് ആക്കി കൺവേർട്ട് നമ്മൾ പറയാം. ഇന്ന് ഇവിടെ അറ്റൻഡൻസ് റോൾ നമ്പർ 1